പ്രത്യേക കഴിവ് അതാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നന്നായി സംസാരിക്കാൻ അറിയാവുന്നു. പ്രത്യേക കഴിവ്. എന്തിട്ട് എന്റെ സംസാരം എന്തേലും ബാക്കി ആരും സംസാരിക്കില്ലേ ഇപ്പൊ മനുഷ്യര്? എന്റെ ഒരു വിശ്വാസമല്ലേ, എന്റെ സെൽഫ് കോൺഫിഡൻസ് അല്ലേ. അതല്ല, ബാക്കി മനുഷ്യരും സംസാരിക്കുമല്ലോ. സംസാരിക്കും, പക്ഷെ അവരെക്കാളും നന്നായിട്ട് സംസാരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ സാബോണന്റെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. ക്രിസ്ത്യാനോ റൊണാൾഡോ അറിയാലോ? അതാര്? ഫുട്ബോൾ പ്ലെയർ അറിയത്തില്ല. പോർച്ചുഗൽ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ അറിയത്തില്ല. പിന്നെ പറഞ്ഞിട്ട് അറിയില്ല. കഥ പറയും. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്നത് റൊണാൾഡോ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഷാജി അണ്ണനെ പിടിച്ചാലോ? ഇല്ല, റൊണാൾഡോ തന്നെ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോയെ പറഞ്ഞാലേ എന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് പ്രൂവ് ചെയ്യാൻ അല്ല, എനിക്കറിയാവുന്ന കൊച്ചുളങ്ങനെ ഷാജി എണ്ണ ഉണ്ട്. അല്ല, എനിക്ക് എന്റെ ഈ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യണമെങ്കിൽ റൊണാൾഡോയെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കണം. ഓക്കെ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ പ്ലെയറിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. വാട്സ്ആപ്പ് ഫോർവേഡ് വന്നടാ, വേണ്ട. അല്ല, ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. അത് ഞാൻ പറയുന്നത് കേട്ടു നോക്ക്. ഒന്ന് കേട്ടു നോക്ക്. ഭയങ്കര ഇൻസ്പിറേഷൻ അല്ലേ ഇതൊക്കെ? ഒന്ന് കേട്ടു നോക്ക് എന്റെ പൊന്നു സാബുണ്ണ. കൊള്ളൂല, ഒന്ന് കേട്ട് നോക്കായി. വേണ്ട, വേറെ സാധനം ഉണ്ട്, നിനക്ക് പറ്റിയ വേറെ സാധനം. ഇല്ല, എനിക്കിത് പറയണം പ്ലീസ്. ഒരു അവസരം താ. ഒന്ന് നീ ഇതിലെ മത്സരിക്കാൻ വന്ന് നിൽക്കുന്നതാണ്. സെലക്ഷൻ വേണോ? അതെ, എനിക്ക് സെലക്ഷൻ വേണം. അപ്പൊ കട്ട് പറഞ്ഞ കട്ടാണ്, പിന്നെ ഇല്ല. അല്ല, എനിക്ക് പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. സത്യമായിട്ട് നിങ്ങളെ പോലുള്ള വലിയ വലിയ ആൾക്കാരുടെ ഫ്രണ്ടിൽ എനിക്ക് ഈ കാര്യം പറയണം. പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ അറിഞ്ഞൂടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. അവൻ വല്ലതും തന്നാടേ? എനിക്ക് ഒന്നും തരില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ എനിക്ക് തന്നെ ഇപ്പൊ തന്നെ അൽ നാസറിൽ $200 മില്യൺ സൈൻ ചെയ്ത അയാൾ എന്തിന് എനിക്ക് വല്ലതും തരണം? ക്രിസ്ത്യാനോ റൊണാൾഡോ നിന്റെ അളിയനെ മൊച്ചം അല്ല, എന്റെ ആരുമല്ല പറയുന്ന കേക്കൊന്ന്. ഓക്കെ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ പ്ലെയേഴ്സിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. നമ്മൾ ഈ ഗോട്ട് എന്നൊക്കെ വിശേഷിപ്പിക്കില്ലേ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ആടല്ല, GOAT, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഓക്കെ, നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്നാലും അവനെ ആടെന്ന് വിളിക്കുന്ന ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എന്തിനടാ പാവ ക്രിസ്ത്യാനോ റൊണാൾഡോ വിളിച്ചു? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതിനിടയ്ക്ക് ഇറങ്ങി പ്ലീസ് ദയവ് ഡിസ്റ്റർബ് ചെയ്യല്ലേ. അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ഏതൊരു മാധ്യമ പ്രവർത്തകൻ വന്ന് ചോദിക്കുവാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. അതല്ലെന്ന് ഞാൻ പറയണമെന്ന് കേള, എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം. ഓക്കെ, അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഏതെങ്കിലും വന്ന് ചോദിക്കട്ടിപ്പോ അല്ലടെ ചോദിക്കുന്നെങ്കിൽ അവനൊരു അഡ്രസ് ഉണ്ടല്ലോ, ID കാർഡ് കാണും. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ആര് ചോദിച്ചാലും ഇങ്ങനെ പറയത്തുള്ളൂ. കള്ളക്കഥ അല്ല, ഇങ്ങനെ പറയത്തുള്ളൂ. അപ്പൊ പിന്നെ ചോദിച്ചവന്റെ പേര് കാണും. എനിക്ക് വയ്യ. ആര് ചോദിച്ചാലും ഇങ്ങനെ പറയത്തുള്ളൂ, ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയർ ഞാനാണെന്ന്. അപ്പൊ എല്ലാവരും പറയും അഹങ്കാരം കൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും അല്ല, അത് അയാളുടെ സെൽഫ് കോൺഫിഡൻസ് ആണ്. അതുപോലെയാണ് ഞാൻ പറയുന്നത്. എന്റെ സെൽഫ് കോൺഫിഡൻസ് വെച്ചാണ് ഞാനും പറയുന്നത്. ഇപ്പൊ മനസ്സിലായ? ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, ഞങ്ങൾ കാര്യത്തിലേക്ക് ഞാൻ എന്താ പറഞ്ഞു, ഇത് കൊള്ളൂലെന്ന് ഞാൻ പറഞ്ഞു. മീനാക്ഷി ഞാൻ പറഞ്ഞു വാട്സ്ആപ്പ് ഫോർവേഡ് വന്ന സാധനം. ഒരിക്കലും ഇത് വാട്സ്ആപ്പ് ഫോർവേഡിൽ വന്ന സാധനമൊന്നും അല്ലത്. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. കോണ്ടന്റ് ക്രിയേറ്റർ. എനിക്കും അറിയാം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ. അതല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അല്ല, വാട്സാപ്പിലൊക്കെ വന്ന മെസ്സേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഒരുമാതിരി വാട്സാപ്പിലൊക്കെ വന്ന മെസ്സേജ് ഫോർവേഡ് മെസ്സേജ് ചെയ്യുന്നത്